Here we will discuss one problem. Show that the eigenvalues of a diagonal matrix are the same as its diagonal elements. ഡയഗണൽ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് തന്നെയാണെന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ എലമെൻറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എലമെൻറ്റുകളൊക്കെ സീറോ ആവും. അപ്പോൾ നമ്മൾ ഒരു n/n ഡയഗണൽ മെട്രിക്സ് കൺസിഡർ ചെയ്യാം. ജനറലായിട്ട് consider an n/n diagonal matrix A. അതിൻ്റെ ഫോം എഴുതുക. എന്തായിരിക്കും ഡയഗണൽ മെട്രിക്സ്? ഈ ഡയഗണൽ എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സീറോ. ഇവിടെ 0, A22 എക്സെട്ര 0, ഇങ്ങനെ എക്സെട്ര 0 എക്സെട്ര ANN, ഇവിടെയൊക്കെ 0 വരും. ഇവിടെ മാത്രം വാല്യൂസ് ഉണ്ടാവും, ബാക്കിയെല്ലാം 0 ആണ് വരിക ഈ ഡയഗണൽ മെട്രിക്സിന്റെ കേസിൽ. അപ്പൊ ഇതിന്റെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം അല്ലെ? ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് A ഈസ് A minus lambda I. ഡിറ്റർമിനന്റ് ഓഫ് A minus lambda I equal to 0 ആണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുനോക്കാം. ഡിറ്റർമിനന്റ് ഓഫ് A11 മൈനസ് ഡയഗണൽ എലമെന്റിലെ മൈനസ് ലാംഡ കൊടുത്താൽ മതി അല്ലേ? 0 എക്സെട്ര 0 0 A22 minus lambda etc 0 etc 0 0 etc ANN മൈനസ് ലാംഡ. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ ഡയഗണൽ എലമെന്റിൽ മൈനസ് ലാംഡ കൊടുത്താൽ മതി അല്ലേ? ഡയഗണൽ എലമെന്റിൽ മാത്രം, കാരണം ഇവിടെ മൈനസ് ലാംഡ ഐ അല്ലേ? ഐയിൽ ഇവിടെ ഡയഗണൽ എലമെന്റിൽ മാത്രമേ വണ്ണുള്ളൂ, അതുകൊണ്ട് ഇവിടെ മൈനസ് ലാംഡ അങ്ങനെ കൊടുത്താൽ മതി. കൂടുതൽ ക്ലിയർ ആവണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. A മൈനസ് ലാംഡ ഐ അല്ലേ? ഡിറ്റർമിനന്റ് ഓഫ് A മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ A എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതാം. A11 0 എക്സെട്ര 0 0 A22 എക്സെട്ര 0 എക്സെട്ര 0 ANN ആണ് അല്ലേ? മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് ഇത് മൈനസ് ലാംഡ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ലാംഡ 0 0 എക്സെട്ര 0 0 ലാംഡ എക്സെട്ര 0 എക്സെട്ര 0 0 എക്സെട്ര ലാംഡ. ലാംഡ ഇൻറ്റു ഐ ഇങ്ങനെയല്ലേ? കാരണം ഇവിടെയൊക്കെ 1 ആണ്, അതിൻ്റെ കൂടെ ലാംഡ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ലാംഡ ആയി മാറും. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനന്റ് 0 നമുക്ക് കിട്ടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ എലമെന്റ് മാത്രമേ ഇവിടെ ഉള്ളൂ, ഇവിടെ ഡയഗണൽ എലമെന്റ് മാത്രമേ ഉള്ളൂ. അത് ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സ് A11 മൈനസ് ലാംഡ 0 എക്സെട്ര 0 0 A22 മൈനസ് ലാംഡ എക്സെട്ര 0 എക്സെട്ര എക്സെട്ര 0 0 എക്സെട്ര ANN മൈനസ് ലാംഡ. ഇതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്നാണ് ഇട്ടേക്കുന്നത്. ഇനി ഇപ്പൊ ഇവിടുന്ന് നമ്മൾ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുകയാണെങ്കിൽ എങ്ങനെ വരിക? ഇവിടെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുകയാണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ A11 minus lambda
നിങ്ങൾ ഏതെങ്കിലും ഒരു റോ എടുത്തിട്ട് കോഫാക്ടർ വെച്ചിട്ട് ചെയ്യാം. ആ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ എല്ലാ റോയിലും ഓരോ എലമെൻറ്റേ ഉള്ളൂ അല്ലേ, എല്ലാ റോയിലും ഓരോ എലമെൻറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ഡയഗണൽ മെട്രിക്സ് എന്താണ് ശരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താ? ഡയഗണൽ എലമെന്റിന്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ട്രയാങ്കുലർ മെട്രിക്സിന്റെ പോലെ തന്നെയാണ് ഡയഗണൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽ എലമെന്റിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇവിടെ എന്തൊരു a22 മൈനസ് ലാംഡ എക്സെട്ര ANN മൈനസ് ലാംഡ, അതാണ് ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഇത് ഡയഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നതിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ കോഫാക്ടർ വെച്ചിട്ട് ചെയ്താൽ മതി. കോഫാക്ടർ മെത്തേഡ് വെച്ചിട്ട് ഡിറ്റർമിനന്റ് കാണാനറിയാലോ, ആ മെത്തേഡ് വെച്ച് ചെയ്താൽ മതി, കിട്ടും. അപ്പോൾ ഇവിടെ ഇനി എന്ത് ചെയ്യാം? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലാംഡേന്റെ വാല്യൂ കിട്ടണം. ലാംഡേന്റെ വാല്യൂ എന്തൊക്കെ കിട്ടും? ലാംഡ ഈക്വൽ ടു A11 A22 അല്ലേ, എക്സെട്ര ANN കിട്ടും. A11 A22 ANN ഒക്കെ എന്താ? ഡയഗണൽ മെട്രിക്സ് എന്റെ ഡയഗണൽ എലമെന്റുകളല്ലേ അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ദ ഐഗൺ വാല്യൂസ് ഓഫ് എ ഡയഗണൽ മെട്രിക്സ് ആർ ദി സെയിം ആസ് ഇറ്റ്സ് ഡയഗണൽ എലമെന്റ്സ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽ എലമെന്റ്സ് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്.